ഫുട്ബോൾ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. ഇന്നലെ നടന്ന പോർച്ചുഗൽ സ്ലൊവാനിയ മത്സരത്തിൽ പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി മിസ്സാക്കിയിരുന്നു. കളി 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ മിനിറ്റിന്റെ 104-ാം മിനിറ്റിലായിരുന്നു പെനാൽറ്റി. നഷ്ടപ്പെടുത്തിയ പെനാൽറ്റി കിക്ക് ആലോചിച്ച് റൊണാൾഡോ കരഞ്ഞു. എന്നാൽ ആ മിസ്സിൽ ഫുട്ബോൾ ലോകം പോയിരിക്കുക ലയോണൽ മെസ്സി 2016 നഷ്ടപ്പെടുത്തിയ കോപ്പ അമേരിക്ക ഫൈനലിന്റെ ആ പെനാൽറ്റിയിലേക്കായിരിക്കും. കാരണം അതും ഒരു നിർണായക പെനാൽറ്റി കിക്കായിരുന്നു. ആ പെനാൽറ്റിയുടെ വിമർശനം തോളിലേറ്റി അയാൾ ഒരുപാട് കാലം പോയി. ഒടുവിൽ അയാൾ ആ രാജ്യത്തിനു വേണ്ടി കിരീടവും നേടിക്കൊടുത്തു. എന്നാൽ ഇത്തവണ അത് സംഭവിക്കുമോ? പെനാൽറ്റി കിക്ക് റൊണാൾഡോ നഷ്ടപ്പെടുത്തിയെങ്കിലും മത്സരത്തിൽ ഡിയോ കോസ്റ്റയുടെ മിന്നുന്ന സേവുകളിൽ പോർച്ചുഗൽ വിജയിച്ചിരുന്നു. ഇനി ക്വാർട്ടറിൽ പോർച്ചുഗലിനെ കാണാം. ഇനി ചിലപ്പോൾ അങ്ങോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിളയാട്ടമായിരിക്കും. ഇതുവരെ 4 മത്സരങ്ങൾ കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു ഗോൾ പോലും നേടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ലിയോണൽ മെസ്സി നടത്തിയതുപോലെ രാജ്യത്തിനു വേണ്ടി വമ്പൻ തിരിച്ചുവരവ് നടത്തുമോ എന്നതാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇനി അങ്ങോട്ട് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്ത് കിരീടം നേടിയാൽ റൊണാൾഡോക്കും ആ പേരിനൊപ്പം ചേരാം. ആ പെനാൽറ്റി കിക്കിന്റെ നഷ്ടത്തിൽ ലിയോണൽ മെസ്സി നേടിക്കൊടുത്തത് രാജ്യത്തിനു വേണ്ടി 3 കിരീടങ്ങളാണ്. അതിലൊന്ന് ലോക കിരീടവും. ഈ യൂറോയും കൂടി നേടി തൻ്റെ 2ാം മുത്തമിടുമോ ക്രിസ്ത്യാനോ റൊണാൾഡോ? കാത്തിരുന്നു കാണാം. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകളുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.